അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത്. അതായത് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ അത് സ്വിച്ച് ഓഫ് ചെയ്യുക, അതല്ലെങ്കിൽ ഏറ്റവും നല്ലത് സ്വിച്ച് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. സൈലൻറ്റ് മോഡിലെങ്കിലും നമ്മൾ ആക്കണം. അള്ളാഹുവിൻ്റെ മുന്നിലേക്ക്, രാജാതിരാജനായ റബ്ബിൻ്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മറ്റുള്ള ഭൗതികമായ എല്ലാ ചിന്തകളും നമ്മളും സ്വിച്ച് ഓഫ് ചെയ്യേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അത് ഒരു സൈലൻറ്റ് മോഡിലേക്ക് നമ്മൾ മാറ്റേണ്ടതുണ്ട്. അപ്പം മൊബൈൽ ഫോൺ സൈലൻറ്റ് മോഡിലേക്കോ സ്വിച്ച് ഓഫിലേക്കോ മാറ്റുമ്പോൾ നമ്മളും നമ്മുടെ ആ ഭൗതികമായ കാര്യങ്ങളും നമ്മുടെ മറ്റെല്ലാ ശുഗലുകളും നമ്മൾ സ്വിച്ച് ഓഫിലേക്കും സൈലൻറ്റ് മോഡിലേക്കും മാറ്റുകയാണ് ചെയ്യുന്നത്. അശ്രദ്ധമായി നമ്മൾ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ, നമ്മൾ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ റിംഗ് ട്യൂൺ ഒരു പക്ഷേ ഒരു സിനിമ പാട്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരു മ്യൂസിക്കായിരിക്കാം. അതല്ലെങ്കിൽ ഒരു മ്യൂസിക്കോ പാട്ടോ ഒന്നുമല്ലാതെ പ്രകാശം പരത്തുന്ന ഒരു അവസ്ഥയായിരിക്കും, പ്രകാശിക്കുന്ന ലൈറ്റടിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ഇതൊക്കെ നിസ്കരിക്കുന്നവരുടെ ശ്രദ്ധയെ മാറ്റാനും ഏകാഗ്രതയെ കുറക്കാനുമൊക്കെ നിമിത്തമാവുന്ന കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള ഒരു കാര്യം ഇപ്പോൾ നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവർക്കാണ് പല നാശങ്ങളും, അല്ലെങ്കിൽ അത് വലിയ ഗൗരവമുള്ളൊരു കാര്യമായിട്ട് ഇമാമുകൾ പ്രസ്താവിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫവൈലുൽ മുസല്ലീൻ എന്ന ആയത്ത് തന്നെ വിശദീകരിച്ചുകൊണ്ട് പലരും ഈ നിസ്കാരത്തിലുള്ള ഈ അശ്രദ്ധയെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അതൊരു ഗൗരവമായ വിഷയമാണെന്ന് കരുതിയിട്ട് അത് മുഖവിലെടുത്തുകൊണ്ട് നമ്മൾ നിസ്കാരത്തിൽ പള്ളിയുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഫോണ് ആ രീതിയിലേക്ക് മാറ്റാൻ തയ്യാറാവണം. പള്ളിൻ്റെ ഉള്ളിൽ ഭൗതികമായ സംസാരങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ശബ്ദകോലാഹലങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കാരണമായിട്ട് നമ്മുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകാനൊക്കെ കാരണമാകുന്ന ഒരു വലിയ ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ അത് മാത്രമല്ല, എല്ലാവരുടെയും നിസ്കാരം പാളിപ്പോകാനൊക്കെ അത് കാരണമാകും. അപ്പോൾ